ഇന്ന് നമുക്ക് നല്ലൊരു വെണ്ടയ്ക്ക കിച്ചടി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനായി ഞാൻ 10ഓളം വെണ്ടയ്ക്ക ഞാൻ നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഇതുപോലെ അതിൻ്റെ അറ്റഭാഗമൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞ് ഇതുപോലെ ഈ സൈസിൽ വേണം നമുക്ക് മുഴുവനായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാനായിട്ട്. ഇതെല്ലാം ഞാൻ മുഴുവനായി അരിഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനി ഒരു ബൗളെടുത്ത് അതിലോട്ട് ഇതെല്ലാം കുറേശ്ശെ ഇട്ടിട്ട് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ നമ്മുടെ കൈ കൊണ്ട് തന്നെ തിരുമ്മി എടുത്ത് വെക്കണം. എന്നിട്ട് ഇതൊരു 10 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇത് കുറേശ്ശെയായി ഇട്ട് ആവശ്യത്തിനുള്ള വറവാകുന്നത് വരെ നമുക്കിത് നല്ലതുപോലെ ഇളക്കി വറുത്ത് കോരി മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള വെണ്ടയ്ക്ക കൂടി ഇതുപോലെ വറുത്ത് കോരി മാറ്റാവേ. ഇതുപോലാണ് കേട്ടോ എല്ലാ വെണ്ടയ്ക്കയും ഒന്ന് വറുത്തെടുക്കാനായിട്ട്. ഈ മുരുവിൽ വേണം എല്ലാ വെണ്ടയ്ക്കയും ഇരിക്കാനായി. ഇനി നമുക്ക് കിച്ചടിയുടെ അരപ്പ് തയ്യാറാക്കാം. ഒരു 2 പിടി നാളികേരം തിരുമിയത്, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ ജീരകം, ഒരു പച്ചമുളക്, ഒരൽപ്പം ഉള്ളി, ഇതെല്ലാം എടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് പേസ്റ്റാക്കി അരച്ചിട്ട് വരാം. അതിനുശേഷം നമ്മുടെ പാനിൽ കടുക് വറുത്ത് ഈ അരപ്പുണ്ടല്ലോ അതിലോട്ട് ഇട്ട് ആ മിക്സിയുടെ ജാറ് കൂടി കഴുകി അതിലോട്ട് ഒഴിക്കാവേ. ഇതൊഴിച്ചതിന് ശേഷം ഈ അരപ്പ് നല്ലതുപോലെ കുറുക്കിയെടുത്തതിന് ശേഷം 1 കപ്പ് പുളിയില്ലാത്ത തൈര് കൂടി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാനുണ്ട്. അതിനുശേഷം നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ആ വെണ്ടയ്ക്ക മുഴുവനായിട്ട് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുക. നോക്കിയേ, നല്ല അടിപൊളിയായിട്ടൊരു വെണ്ടയ്ക്ക കിച്ചടി തയ്യാറായി കഴിഞ്ഞു. ഇത് ഉണ്ടാക്കാൻ വളരെ ഈസി അല്ലേ? എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റായി തന്നെ എൻ്റെ ചാനലിൽ രേഖപ്പെടുത്തണേ. ഇപ്പോൾ ടാറ്റാ.